നാരങ്ങാത്തൊലി വെച്ച് നിങ്ങൾ ഇതുപോലെ അച്ചാറുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഈ നാരങ്ങാത്തൊലിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റും പൈനാപ്പിളും കൂടെ ചേർത്തിട്ടാട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങാത്തൊലി കുറച്ച് വിനീഗറും കല്ലുപ്പും ഇട്ടിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങാത്തൊലിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും. അതുപോലെ കയ്പ്പ് രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നാരങ്ങാത്തൊലി ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ക്യാരറ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ക്യാരറ്റ് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോകണ്ട, നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടണം കേട്ടോ ക്യാരറ്റ്. അതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങാത്തൊലിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മൊത്തത്തിലൊരു 3 മിനിറ്റാണ് ഞാനിത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയേക്കാം. ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വറ്റൽമുളകൊന്ന് വറുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതിലേക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെളുത്തുള്ളിയും ഒരു 1/2 കപ്പ് ഇഞ്ചി അരിഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു അച്ചാർ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു അച്ചാർ ഇവിടെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തീരലുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു മസാലപ്പൊടികളൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. മസാലപ്പൊടികളൊക്കെ പച്ചമണം മാറിയിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കേട്ടോ. ഇനി തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കുക്കാവണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാവണം. നമ്മൾ ഈ ഒരു അച്ചാർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഈ ഒരു മസാലേൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. കടുകൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഉലുവയും കടുകും വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി ഈ അച്ചാറിലേക്ക് നമുക്ക് പൈനാപ്പിൾ വേണം. ഇപ്പോൾ ഈ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് മസാലേൻ്റെ പച്ചമുളകൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന്. അപ്പോൾ ശർക്കരപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റും നാരങ്ങാത്തൊലിയും അതുപോലെ തന്നെ പൈനാപ്പിളും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക കേട്ടോ. ഇതിൽ ഉപ്പോ മധുരമോ അല്ലെങ്കിൽ ഉലുവയും കടുകും പൊടിച്ചതിൻ്റെ ആ ടേസ്റ്റോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉലുവയും കടുകും കൂടെ പൊടിച്ചത് ഒരു 3/4 ടേബിൾ സ്പൂൺ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എന്തായാലും ഇത് വീണ്ടും ഉണ്ടാക്കും. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് 1-2 ദിവസം നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. കൂടുതൽ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.